ഹലോ, ഹൗ ആർ യു ഓൾ? എല്ലാവരും ഹാപ്പി അല്ലേ? കഥ കേൾക്കാൻ റെഡിയാണല്ലോ? നമ്മുടെ ലൈഫിൽ നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഡീൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ കീപ്പ് ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് മര്യാദകളുണ്ട്, മാനേഴ്സ് ഉണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറിയാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. അപ്പോൾ റെഡിയാണല്ലോ? എല്ലാവരും വന്നോ, നമുക്ക് കഥ കേട്ടിട്ട് വരാം. ആൽബർട്ട്സ് കൈറ്റ്. ലെറ്റ്സ് സ്റ്റാർട്ട്. Once there lived a boy named Albert. One day, he was sitting in his study. "Hello, Albert," Mr. Adam, his father, wished as he returned from office and entered the house. ഒരിടത്ത് ആൽബർട്ട് എന്ന പേരുള്ള കുട്ടി ഉണ്ടായിരുന്നു. അവൻ ഒരു ദിവസം അവൻ്റെ സ്റ്റഡി എന്ന് ഉദ്ദേശിക്കുന്ന സ്റ്റഡി റൂമാണ്. സ്റ്റഡി റൂമിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നേരം അവൻ്റെ ഫാദർ മിസ്റ്റർ ആഡം ഓഫീസിൽ നിന്ന് തിരികെ വീട്ടിലെത്തി. അവനെ കണ്ട ഉടനെ "ഹലോ ആൽബർട്ട്" എന്ന് വിഷ് ചെയ്തു. ആൽബർട്ട് വാസ് ഇൻ എ ബാഡ് മൂഡ്, സോ ഹി ഡിഡ് നോട്ട് റിപ്ലൈ ബാക്ക്. ആൽബർട്ട് അത്ര നല്ല മൂഡിലല്ലായിരുന്നു, അതുകൊണ്ട് തിരിച്ച് മറുപടി പറഞ്ഞില്ല. "ലെറ്റ്സ് ഗോ ടു ദ പാർക്ക്," സെഡ് മിസ്റ്റർ ആഡം ടു പ്ലീസ് ആൽബർട്ട്. അന്നേരം ആഡം അവനെ ഒന്ന് ആൽബർട്ടിനെ പ്ലീസ് ചെയ്യിക്കാൻ വേണ്ടി പറഞ്ഞു, "നമുക്ക് പാർക്കിലേക്കൊന്ന് പോകാമെന്ന്." ആൽബർട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് ആൽബർട്ട് ഇമ്മീഡിയറ്റ്ലി ഗോട്ട് റെഡി, പെട്ടെന്ന് തന്നെ റെഡിയായി. As soon as they came out of the house, Albert looked at his father and said, "A gentle wind is blowing." വീട്ടിന് പുറത്തേക്ക് വന്നപ്പോൾ ആൽബർട്ട് അച്ഛനെ നോക്കിയിട്ട് പറഞ്ഞു, "അച്ഛാ, എ ജെന്റിൽ വിൻഡ് ഈസ് ബ്ലോയിങ്." നല്ല തണുത്ത കാറ്റ്, നല്ല ചെറിയ കാറ്റുണ്ട്. "It's perfect for flying kites," said Mr. Adam. അന്നേരം അച്ഛൻ എന്ത് പറഞ്ഞു, ആഡം എന്ത് പറഞ്ഞു, ഇത് നല്ലൊരു പെർഫെക്റ്റ് വെതറാണ് കൈറ്റ് ഫ്ലൈ ചെയ്യിക്കാനുള്ള. കൈറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ, പട്ടം അല്ലേ, പട്ടം പറത്താനുള്ള നല്ലൊരു വെതറാണ് എന്ന് ആഡം പറഞ്ഞു. They both smiled. They went to the market, purchased a kite and walked back to the park. അങ്ങനെ അവർ മാർക്കറ്റിൽ പോയി ഒരു കൈറ്റ് മേടിച്ചിട്ട് പാർക്കിലേക്ക് പോയി. On their way to the park, they met Mr. Anthony, their neighbor, who was going to the market with a bag in his hand. പാർക്കിലേക്ക് പോകുന്ന വഴി അവർ ആരെ കണ്ടു? ആന്റണിയെ കണ്ടു. അവരുടെ നെയ്ബറായിട്ടുള്ള ആന്റണിയെ കണ്ടു. അദ്ദേഹം മാർക്കറ്റിലേക്ക് പോകുകയായിരുന്നു, ഒരു ബാഗുമൊക്കെ കയ്യിലുണ്ടായിരുന്നു. "Are you going to the market, Mr. Anthony?" said Mr. Adam. ആഡം ചോദിച്ചു, മാർക്കറ്റിലേക്ക് പോകുകയാണോ ആന്റണിയോട് ആഡം ചോദിച്ചു. "Hello, Mr. Adam, how do you do?" said Mr. Anthony. ആന്റണി അന്നേരമാണ് ആഡത്തെ ശ്രദ്ധിച്ചത്. അന്നേരം വിഷ് ചെയ്തു, "ഹലോ മിസ്റ്റർ ആഡം" എന്ന് "ഹൗ ഡു യു ഡു" എന്ന് പറഞ്ഞ് വിഷ് ചെയ്തു. "I'm fine," said Mr. Adam. "I'm going to buy some bread and butter for the house," replied Mr. Anthony. അന്നേരം ആന്റണി എന്ത് പറഞ്ഞു? ആഡം "ഞാൻ ഫൈനാണ്, ഐ എം ഫൈൻ" എന്ന് തിരികെ റിപ്ലൈ കൊടുത്തു. അന്നേരം ആന്റണി പറഞ്ഞു, "ഞാൻ വീട്ടിലത്തെ ആവശ്യത്തിന് വേണ്ടി കുറച്ച് ബ്രെഡും കുറച്ച് സാധനങ്ങളും ഒക്കെ മേടിക്കാൻ പോവുകയാണെന്ന് ആന്റണി മറുപടി കൊടുത്തു. Both of them stopped for a while, wishing each other. "It's a very fine weather." നല്ല വെതറായിരുന്നു, നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു, said Mr. Adam to Mr. Anthony. "Albert wants to play in the park and fly kites." നല്ല ഫൈൻ വെതർ ആയതുകൊണ്ട് ആൽബർട്ടിന് പാർക്കിൽ പോയി അവിടെ കളിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമെന്ന് ആര് പറഞ്ഞു? ആഡം ആന്റണിയോട് പറഞ്ഞു. "Hello, Albert," wished Mr. Anthony. But Albert was thinking of the park all the time. അന്നേരം ആൽബർട്ടിനെ ആന്റണി വിഷ് ചെയ്തു, പക്ഷേ ആൽബർട്ട് പാർക്കിനെ കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അത്ര ശ്രദ്ധിച്ചില്ല. He took hold of his father's hand and started pulling at his elbow. "Let's hurry up, we are getting late," pleaded Albert. He didn't bother to reply to Mr. Anthony. He wanted to reach the park as soon as possible. അപ്പോൾ ഈ പാർക്കിൽ എത്രയും പെട്ടെന്ന് എത്തണമെന്നുള്ള ഒരു തോട്ട് മാത്രമേ ആൽബർട്ടിൻ്റെ മൈൻഡിൽ അന്നേരം ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് അച്ഛൻ്റെ കൈ പിടിച്ച് അച്ഛൻ്റെ കൈ പിടിച്ച് വലിച്ചിട്ട്, "അച്ഛ വേഗം വരൂ, വി ആർ ഗെറ്റിംഗ് ലേറ്റ്," അത്രയും പ്ലീഡ് ചെയ്ത് പറഞ്ഞു അച്ഛനോട്. എത്രയും പെട്ടെന്ന് പാർക്കിൽ പോയി കൈറ്റ് ഫ്ലൈ ചെയ്യിക്കണമെന്നുള്ള ഒരു ഇത് മാത്രമേ മൈൻഡിലുണ്ടായിരുന്നുള്ളൂ ആൽബർട്ടിന്.
അതുകൊണ്ട് തന്നെ ആന്റണിക്ക് റിപ്ലൈ ഒന്നും കൊടുത്തില്ല. ആന്റണിയെ തിരിച്ച് വിഷ് ചെയ്തില്ല. Mr. Anthony didn't like Albert's behavior. He did not know how to react. Maybe he's just a child. He doesn't care about anybody else. He's yet to grow up, thought Mr. Anthony. ആന്റണിക്ക് ആൽബർട്ടിൻ്റെ ബിഹേവിയർ ഒട്ടും തന്നെ ഇഷ്ടമായില്ല. മേ ബി ഒരു ചൈൽഡായ കുട്ടി ആയതുകൊണ്ടായിരിക്കും അവൻ ആരെപ്പറ്റി ചിന്തിക്കുന്നില്ല, ഇനിയും വളരാനുണ്ട് എന്നൊക്കെ ഇങ്ങനെ ആന്റണി മൈൻഡിൽ ചിന്തിച്ചു. മിസ്റ്റർ ആഡം വാസ് ഫീലിംഗ് അൺഈസി ടു. ആഡത്തിനും വല്ലാതെ വിഷമം തോന്നി, വല്ലാതെ ഫീൽ ചെയ്തു. എപ്പോഴും ഓർക്കുക, കുട്ടികൾ കാണിക്കുന്ന മിസ്റ്റേക്സ് അവരുടെ പാരൻസിനെ കൂടി അഫക്റ്റ് ചെയ്യുമെന്നുള്ള കാര്യം ഓർക്കുക കേട്ടോ. ഇൻ ദ പാർക്ക് മിസ്റ്റർ ആഡം സെഡ്, ആൽബർട്ട്, യു ഹാഡ് ഫർഗോട്ടൻ ടു സേ ഹലോ ടു മിസ്റ്റർ ആന്റണി. പാർക്കിലെത്തിയപ്പോൾ ആൽബർട്ടിനോട് ആഡം പറഞ്ഞു, എന്തുകൊണ്ട് തിരിച്ച് വിഷ് ചെയ്തില്ല? നീ മറന്നുപോയി, വിഷ് ചെയ്യാൻ മറന്നുപോയി. ഇറ്റ്സ് ബാഡ് മാനേഴ്സ്. യു ഷുഡ് ഹാവ് വിഷ്ഡ് ഹിം. ഇൻ ഫാക്ട്, whenever you meet somebody, you must wish him. It shows you care about him. Rebuked Mr. Adam. അത് ബാഡ് മാനേഴ്സ് ആണ്. ഒരാൾ വിഷ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് വിഷ് ചെയ്യേണ്ടത് നമ്മുടെ ഒരു മാനേഴ്സ് ആണ്. യു മസ്റ്റ് വിഷ് ഹിം. ഇറ്റ് ഷോസ് യു കെയർ അബൌട്ട് ഹിം. അതിൻ്റെ അർത്ഥം നമ്മൾ മറ്റുള്ളവരെ കെയർ ചെയ്യുന്നു എന്നുള്ളതാണ്. Rebuked Mr. Adam. As they were flying a kite, Albert was thinking about his behavior. He realized his mistake. He felt ashamed that he had done wrong. I should have at least smiled at Mr. Anthony, thought Albert. ആൽബർട്ട് കൈറ്റ് ഫ്ലൈ ചെയ്യുന്ന സമയം ഇങ്ങനെ ഇതിനെപ്പറ്റി ചിന്തിച്ചു. അച്ഛൻ വഴക്ക് പറഞ്ഞല്ലോ, അപ്പോൾ അതിനെപ്പറ്റി ചിന്തിച്ചു. അത് മോശമായില്ലേ, എന്നെ വിഷ് ചെയ്തപ്പോൾ ഞാൻ തിരിച്ച് വിഷ് ചെയ്തില്ല. അത് ശരിയല്ല, അറ്റ്ലീസ്റ്റ് ഞാൻ സ്മൈലെങ്കിലും ചെയ്യണമായിരുന്നു ആന്റണിയെ നോക്കി എന്നൊക്കെ ഇങ്ങനെ അവൻ്റെ മിസ്റ്റേക്ക് റിയലൈസ് ചെയ്തു. മിസ്റ്റർ ആന്റണി വാസ് ഫീലിംഗ് ഹ്യൂമിലിയേറ്റഡ് ഓൾ ദ വേ ടു ദ മാർക്കറ്റ്. കണ്ടോ സാഡ് ഫേസ്. ആന്റണി വളരെ ഇൻസൾട്ടഡ് ആയി. They played in the park for some time and decided to return after about an hour. On their way back, they again met Mr. Anthony, who was returning from the market. His bag was full of bread and butter and other household stuff. അങ്ങനെ കുറച്ചു നേരം പാർക്കിൽ കളിച്ചിട്ട് ആൽബർട്ടും ആഡവും തിരിച്ച് വീട്ടിൽ പോവുമായിരുന്നു. വീട്ടിൽ പോകുന്ന വഴി വീണ്ടും അവർ ആന്റണിയെ മീറ്റ് ചെയ്തു. ആന്റണി ഹൗസ് ഹോൾഡ് സ്റ്റഫ്സ് ഒക്കെ മേടിച്ച് ആന്റണിയും വീട്ടിലേക്ക് മടങ്ങുമായിരുന്നു. Albert remembered his mistake and said, "Hello uncle, may I be of any help to you?" Mr. Anthony felt pleased and looked lovingly at him. "Oh, I thank you very much. Did you enjoy flying kites, Albert?" said Mr. Anthony. അങ്ങനെ തെറ്റ് റിയലൈസ് ചെയ്തതുകൊണ്ട് ഇത്തവണ ആൽബർട്ട് ആന്റണിയോട് അങ്ങോട്ട് വിഷ് ചെയ്തു. ഹലോ അങ്കിൾ, ഞാൻ എന്തെങ്കിലും സഹായിക്കണോ എന്നൊക്കെ അങ്ങോട്ട് ചോദിച്ചു. അത് കേട്ടപ്പോൾ ആന്റണി വളരെ ഹാപ്പിയായി. Did you enjoy flying kites, Albert? said Mr. Anthony. Yes, uncle, replied Albert. See you again soon, said Mr. Anthony, who was feeling impressed. He was now very happy to see Albert and Mr. Adam. He went ahead smilingly. Anthony വളരെ ഹാപ്പിയായി. He was feeling impressed. അപ്പോൾ ഇതിൽ ഒരു മോറലുണ്ട്. Be polite and say hello when you meet someone. It's a friendly gesture and it shows that you are pleased to see someone and you care about him. അപ്പോൾ നമ്മളെപ്പോഴും പൊളൈറ്റ് ആയിട്ടിരിക്കുക അല്ലേ? നമ്മൾ ആരെങ്കിലും കാണുമ്പോൾ അവർ വിഷ് ചെയ്താൽ നമ്മൾ തിരിച്ച് വിഷ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മൾ അങ്ങോട്ട് വിഷ് ചെയ്യുക. ഇതെല്ലാം ഒരു ഫ്രണ്ട്ലി എക്സ്പ്രഷനാണ്, ഒരു ഫ്രണ്ട്ലി ജസ്റ്ററാണ് അല്ലേ? നല്ലൊരു മാനേഴ്സിൻ്റെ ഭാഗമാണ്. ഓക്കെ, അതിൻ്റെ അർത്ഥം നമ്മൾ അവരെ കെയർ ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, എല്ലാവരും സ്റ്റോറി കേട്ട് കഴിഞ്ഞല്ലോ, ഇഷ്ടമായോ? അപ്പോൾ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുള്ളൂ, ലൈഫിൽ ചെയ്യണം കേട്ടോ. നല്ല കുട്ടികളായി വേണം വളരാൻ. അപ്പോൾ ഇതുപോലുള്ള കഥയായിട്ട് ഇനിയും ഞാൻ വരാം. അതുവരേക്കും നല്ല കുട്ടികളായിരിക്കുക. ബി ഗുഡ് ഗൈസ്, ബി ഹാപ്പി ഓൾവേസ്, ടേക്ക് കെയർ, ടാറ്റാ.